നമസ്കാരം. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. ബിന്ദുവിന്റെ മകൻ നവനീത് ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ചു. നിയമന ഉത്തരവ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ കൈമാറി. ദേവസ്വം ബോർഡ് ഓവർസിയറായാണ് നിയമനം. ദേവസ്വം ബോർഡിൽ സ്ഥിരം ജോലി സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. മകളുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തു. വിജയ്ക്ക് നിർണായകം. തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. തമിഴ്നാട്ടിലെ കരൂർ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിട്ടു. കോടതി മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. മുൻ ജഡ്ജി അജയ രസ്തോഗി അധ്യക്ഷനായ സമിതിയാണ് കേസന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കുക. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് TVക്ക് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ്. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. 2.5 വയസ്സുകാരിയും മുത്തശ്ശിയും കൊല്ലപ്പെട്ടു. തമിഴ്നാട് മേഖലയിലാണ് സംഭവം. മുത്തശ്ശിയും 2.5 വയസ്സുകാരിയായ കുഞ്ഞിനുമാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഹസ്ല, കൈക്കുഞ്ഞായ ഹേമശ്രീ എന്നിവരാണ് മരിച്ചത്. വാൽപ്പാറയ്ക്ക് സമീപം ഉമ്മാണ്ടിമുടുക്ക് എസ്റ്റേറ്റിലെ 5ാമത്തെ ഡിവിഷനിലായിരുന്നു പുലർച്ചെ 2:30 ആക്രമണം. വീടിന് സമീപമെത്തിയ കാട്ടാന ജനൽ തകർക്കാൻ ശ്രമിച്ചതോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു കാട്ടാന ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ച് സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച മലയാളി കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കണ്ണൻ ഗോപിനാഥൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. കണ്ണൻ ഗോപിനാഥൻ ധൈര്യശാലിയായ ഉദ്യോഗസ്ഥനാണെന്നും നീതിക്കായി കണ്ണൻ വാദിച്ചുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നീതിക്കായി പോരാടുന്ന ഒരേയൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് കണ്ണൻ കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. വിഭജന അജണ്ടകൾക്കെതിരെയാണ് കണ്ണന്റെ പോരാട്ടമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തെറ്റുകൾക്കെതിരെയായിരുന്നു തന്റെ യുദ്ധമെന്നും ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച നിരവധി പേരുമായി സംസാരിച്ചുവെന്നും കോൺഗ്രസ് ആണ് ഒരു ബദലായി തോന്നിയതെന്നും അംഗത്വം സ്വീകരിച്ച ശേഷം കണ്ണൻ ഗോപിനാഥൻ പ്രതികരിച്ചു. സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ വിലക്കിയെന്ന് പരാതി. കൊച്ചിയിലെ സ്കൂളിൽ ഹിജാബ് വിവാദം. ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിൽ കയറുന്നതിന് വിലക്കേർപ്പെടുത്തിയതായി പരാതി. കൊച്ചി പള്ളൂരുത്തി സെന്റ് റീത്ത സ്കൂളിലാണ് സംഭവം. യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച സ്കൂളിന്റെ ബൈലോ പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ലൈംഗിക അതിക്രമങ്ങൾ മൂലം യുവാവ് ജീവനൊടുക്കിയ സംഭവം. ശക്തമായ അന്വേഷണം വേണമെന്ന് പ്രിയങ്ക ഗാന്ധി MP. RSS ശാഖയിൽ താൻ നേരിട്ട ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് പ്രിയങ്ക ഗാന്ധി MP. ശാഖയിൽ മറ്റുള്ളവർക്കും അതിക്രമങ്ങൾ നേരിട്ടുവെന്ന മൊഴി ഞെട്ടിക്കുന്നത്. RSS നടപടിയെടുത്ത് ശുദ്ധി വരുത്തണമെന്നും പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ക്രൂരമായ കുറ്റകൃത്യത്തിൽ സംഘപരിവാർ മൗനം വെടിയണമെന്നും എക്സ്പോസിലൂടെയാണ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടത്. OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 51 ദിവസത്തിന് ശേഷമാണ് OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ദേശീയ നേതൃത്വം നിയമിച്ചത്. ബിനു ചുള്ളിയലിനെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു. അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. 2023 മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് OJ ജനീഷ്. നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് അഡ്വക്കേറ്റ് OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നത്. ആലപ്പുഴയിൽ ലഹരിവേട്ട. അഭിഭാഷകയും മകനും അറസ്റ്റിൽ. വീട്ടിൽ നിന്നും MDMAയും കഞ്ചാവും പിടിച്ചെടുത്തു. അഡ്വക്കേറ്റ് സത്യമോൾ, മകൻ 19 വയസ്സുകാരൻ സൗരഭ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ വീട്ടിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവും MDMAയും പിടിച്ചെടുത്തു. കരുമാടിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവും ഒഡീഷ കഞ്ചാവും MDMAയും കണ്ടെടുത്തത്. രാവിലെ വാഹന പരിശോധനയ്ക്കിടെ ഇവരുടെ കാറിൽ നിന്നും MDMA പിടികൂടിയിരുന്നു. തുടർന്നാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. സ്കൂൾ ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. ഒരു മരണം. വിദ്യാർത്ഥികളടക്കം 12 പേർക്ക് പരിക്ക്. എടപ്പാൾ കണ്ടനക്കത്ത് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കടയിലുണ്ടായിരുന്ന വിജയൻ എന്നയാളാണ് മരിച്ചത്. വിദ്യാർത്ഥികളടക്കം 12 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ വിജയനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മരണം സംഭവിച്ചത്. ദാറുൽ ഹുദായ സ്കൂൾ ബസ്സാണ് നിയന്ത്രണം വിട്ടിടിച്ചത്. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഷാഫി പറമ്പിൽ ആശുപത്രി വിട്ടു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷാഫി പറമ്പിൽ MP ആശുപത്രി വിട്ടു. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഷാഫി പറമ്പിൽ ആശുപത്രി വിട്ടത്. ബുധനാഴ്ച തുടർ ചികിത്സയ്ക്കായി വീണ്ടും ആശുപത്രിയിലെത്തും. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസ് ലാത്തിചാർജിനിടെയാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത്. പേരാമ്പ്രയിൽ UDF CPM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ സംഘർഷമുണ്ടാവുകയും സംഘർഷത്തെ തുടർന്ന് പോലീസ് കണ്ണീർവാതക പ്രയോഗവും ലാത്തിചാർജ് നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റത്.